ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ഗ്രോ മലയാളം. അപ്പോൾ ഇന്നത്തെ എക്കോണമിക് സിറ്റുവേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ റീറ്റെയിൽ ഇൻഫ്ലേഷൻ അത്യാവശ്യം കുറവാണ്. ഓഗസ്റ്റ് 2025 ഏകദേശം 2% ഉള്ളത്. അതുപോലെ നമ്മളിവിടെ റിപ്പോ റേറ്റ് നോക്കുകയാണെങ്കിൽ 5.5% സ്റ്റേബിൾ ആണ്. അപ്പം ഇതിന്റെ അർത്ഥം എന്താണ്? ഇൻഫ്ലേഷൻ ഇവിടെ കൺട്രോൾ ആണുള്ളത്. അതുപോലെ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ RBI റിപ്പോ റേറ്റിലേക്ക് ഒരു മാറ്റം ഇവിടെ വരുത്തിയിട്ടില്ല. ഇപ്പം ബാങ്കിലെ സേവിങ്സ് അക്കൗണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, പെർ ആനം നമുക്ക് എന്താണ് ഒരു ഏകദേശം ഒരു 2.5% മുതൽ 4% ഇൻട്രസ്റ്റ് ആണ് അവർ ഓഫർ ചെയ്യുന്നത്. ഇപ്പം ഈ ഒരു സിറ്റുവേഷൻ എന്താണ്, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഡ്യൂറേഷൻ ഇവിടെ എന്താണ് കുറവാണെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു 7 ദിവസം മുതൽ 3 മാസം വരെയൊക്കെയാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഡ്യൂറേഷൻ വരുന്നെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിൽ ഷോർട്ട് ടേം FD അതുപോലെ തന്നെ ലിക്വിഡ് ഫണ്ട്സ് രണ്ടും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇനിയിപ്പോൾ എന്താണ്, നിങ്ങളുടെ ഡ്യൂറേഷൻ കുറച്ചും കൂടി ലോങ് ആണെങ്കിൽ നിങ്ങൾക്ക് അൾട്രാ ഷോർട്ട് ഡ്യൂറേഷൻ ഫണ്ട് അല്ലെങ്കിൽ മണി മാർക്കറ്റ് ഫണ്ട്സ് നിങ്ങൾക്ക് ഇവിടെ സ്യൂട്ടബിൾ ആയിരിക്കും. ഇപ്പം ബാങ്ക് FDs ആണ് കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കുമ്പോൾ കൂടുതൽ റിട്ടേൺസ് ഇവിടെ നൽകുന്നത്. അതായത് പെർ ആനം എന്താണ് ഒരു 6 മുതൽ 7% വരെയൊക്കെ അവർ നൽകുന്നുണ്ട്. എന്നാൽ എന്താണ് ഇവിടെ പ്രീമച്ചുവർ വിഡ്രോൾ പെനാൽറ്റീസ് കാരണം എന്താണ്, ഇതെല്ലാം ഇൻവെസ്റ്റേഴ്സിന് കൺവീനിയന്റ് ആവണമെന്ന് ഒരു നിർബന്ധമില്ല. ഇപ്പം മ്യൂച്വൽ ഫണ്ട്സിൽ എന്താണ് നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇതുവഴി എന്താണ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലോ അല്ലെങ്കിൽ ഷോർട്ട് ടേം FDയിലോ ലഭിക്കുന്ന ഇൻട്രസ്റ്റ് നമുക്ക് ഇവിടെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇതുവഴി നമുക്ക് സാധിക്കും. അപ്പം ഇതിനുള്ള ആൻസർ ആണ് ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സ്. അപ്പൊ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെറ്റ് മ്യൂച്വൽ ഫണ്ട്സ് ആണ്. അപ്പൊ അവരെന്താണ് ട്രഷറി ബിൽ, കൊമേഴ്ഷ്യൽ പേപ്പർ, സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റ്, അതിലെ ട്രൈ പാർട്ടി റിപ്പോർട്ട്സ് പോലത്തെ ഹൈ ക്വാളിറ്റി ഷോർട്ട് ടേം മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റിലേക്ക് മാത്രമാണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ സെബിയുടെ നിയമപ്രകാരം ലിക്വിഡ് ഫണ്ട് പോർട്ട്ഫോളിയോയിലെ സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ബോണ്ട് റെസിഡ്യൂൽ മെച്യൂരിറ്റി 91 ദിവസത്തിലധികം ആകാൻ വേണ്ടിയിട്ട് ഇവിടെ പാടില്ല. അപ്പൊ ഈ ഒരു സ്ട്രക്ചർ എന്താണ്, നമുക്ക് 3 ബെനിഫിറ്റ്സ് ഇവിടെ നൽകുന്നുണ്ട്. അപ്പൊ അതുവഴി നമുക്ക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലെ ലിമിറ്റേഷൻസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ ഇവിടുത്തെ ആദ്യത്തെ കാര്യം എന്ന് ഹൈ ലിക്വിഡിറ്റി അവർ നൽകുന്നുണ്ട്. അപ്പൊ മിക്ക ലിക്വിഡ് ഫണ്ട്സും ട്രാൻസാക്ഷൻ പ്ലസ് 1 ഡേക്കുള്ളിൽ അവരുടെ റിഡംഷൻ റിപ്പോർട്ട്സ് എന്താണ് പ്രോസസ് ചെയ്യും. അതുപോലെ എന്താണ് പണം നമുക്ക് മിക്കപ്പോഴും ഇൻവെസ്റ്റേഴ്സിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 24 മണിക്കൂറിനുള്ളിൽ ഇവിടെ ക്രെഡിറ്റ് ആവും. അപ്പൊ മിക്ക അസറ്റ് മാനേജ്മെന്റ് കമ്പനിയും ഈവൻ ഇൻസ്റ്റാ റിഡംഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് ആക്സസ് ഫെസിലിറ്റി ഇവിടെ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതുവഴി നമുക്ക് പണം എന്താണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ട്രാൻസ്ഫർ ആവും. എന്നാൽ എന്താണ് ഇവിടെ ചില ലിമിറ്റേഷൻസും ഇതിനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോ എന്താണ് ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്കിപ്പോ എന്താണ് വരാനിരിക്കുന്ന ഒരു എക്സ്പെൻസിനായിട്ട് നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നല്ലൊരു ഓപ്ഷൻ ആണ്. ഇനി ഇവിടുത്തെ രണ്ടാമത്തെ കാര്യം എന്ന് കമ്പാരിറ്റീവ്ലി ഒരു റിസ്ക് കുറവാണ്. ഇവിടെ 91 ദിവസം എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് മെച്യൂരിറ്റി പീരീഡ് ആയതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് ഫ്ലക്ച്വേഷൻസ് ഈ ഒരു ഫണ്ടിനെ എന്താണ് ഇവിടെ അധികം ബാധിക്കുന്നില്ല. കൂടാതെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ലിക്വിഡ് ഫണ്ട്സ് ഹൈ ക്രെഡിറ്റ് റേറ്റഡ് ഇൻസ്ട്രുമെന്റ്സിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് പേയ്മെന്റിലേക്കുള്ള ഡീഫാൾട്ട് റിസ്ക് എന്താണ് ഇവിടെ കുറയുന്നുണ്ട്. ഇനി ഇവിടുത്തെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സേവിങ്സ് അക്കൗണ്ടിനേക്കാൾ എന്താണ് ലിക്വിഡ് ഫണ്ട്സിന് ബെറ്റർ റിട്ടേൺസ് നൽകാൻ വേണ്ടിയിട്ട് സാധിക്കും. ഏകദേശം ഒരു 6 മുതൽ 7% വരെയൊക്കെ. അതേസമയത്ത് നമ്മൾ സേവിങ്സ് അക്കൗണ്ടിലേക്ക് നോക്കുമ്പോൾ എന്താണ് ഒരു 2.5 മുതൽ 4% ഒക്കെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓരോ ബാങ്ക് അനുസരിച്ച് ഇൻട്രസ്റ്റ് റേറ്റിൽ ഇവിടെ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നിങ്ങളിപ്പോ എന്താണ് ഒരു ഷോർട്ട് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുവാണ്, അതായത് ഇപ്പോൾ ഒരു 7 ദിവസം മുതൽ ഒരു 3 മാസം വരെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ലിക്വിഡ് ഫണ്ട്സ് ഇവിടെ സ്യൂട്ടബിൾ ആയിരിക്കും. ഇപ്പോൾ ഷോർട്ട് ടേം ഫൈനാൻഷ്യൽ ഗോൾസിനായിട്ട് ഫണ്ടിന്റെ ആവറേജ് മെച്യൂരിറ്റി പീരീഡ് ചെക്ക് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ. അപ്പം ഇത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഹൊറിസോൺ ആയിട്ട് ഇവിടെ മാച്ച് ആണ്. അപ്പം ലിക്വിഡ് ഫണ്ട്സ് നമുക്ക് എന്താണ് മനസ്സിലാക്കാനായിട്ട് നമുക്ക് മെയിൻ പാരാമീറ്റേഴ്സിൽ വരുന്നതാണ് ഫണ്ടിന്റെ സൈസ്, അതായത് AUM, കോസ്റ്റ്, സേഫ്റ്റി, അതുപോലെ പ്രിൻസിപ്പൽ പ്രൊട്ടക്ഷൻ. അപ്പൊ ഈ ഒരു മെട്രിക് വഴി നമുക്ക് ഫണ്ടിന്റെ ഓവറോൾ സ്റ്റെബിലിറ്റി അതിലെ എഫിഷ്യൻസിനെ പറ്റിയിട്ട് എന്താണ് നമുക്ക് ഒരു ക്ലിയർ ഐഡിയ നമുക്ക് കിട്ടും. അപ്പൊ ഇന്ന് നമുക്ക് ലിക്വിഡ് ഫണ്ട്സിന്റെ കുറച്ച് പാരാമീറ്റേഴ്സ് വെച്ച് നമുക്ക് അവരെ കമ്പയർ ചെയ്യാം. അപ്പൊ ഇന്ന് നമ്മൾ എടുത്തേക്കുന്ന പാരാമീറ്റേഴ്സ് വരുന്നത് വാല്യൂ റിസർച്ചിന്റെ 5 സ്റ്റാർ റേറ്റിംഗ്, AUM, എക്സ്പെൻസ് റേഷ്യോ, റെസിഡ്യൂൽ മെച്യൂരിറ്റി അല്ലെങ്കിൽ ആവറേജ് മെച്യൂരിറ്റി, ക്രെഡിറ്റ് ക്വാളിറ്റി, yield to മെച്യൂരിറ്റി ആണ്. സോ വാല്യൂ റിസർച്ചിന് 5 സ്റ്റാർ റേറ്റിംഗ് ലഭിച്ച ടോപ്പ് 3 ലിക്വിഡ് ഫണ്ട്സ് ഏതൊക്കെയാന്ന് നോക്കാം. ഈ ഒരു കാറ്റഗറിയിൽ ഹൈ AUM ഓടെ. അപ്പൊ നമുക്ക് 3 ഫണ്ട്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ആദ്യം നമുക്ക് ആദിത്യ ബിർള സൺ ലൈഫ് ലിക്വിഡ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് നോക്കാം. 1997 ജൂൺ 16 ഈ ഒരു ഫണ്ട് ലോഞ്ച് ചെയ്തത്. അപ്പൊ 30 സെപ്റ്റംബർ 2025 പ്രകാരം ഈ ഒരു ഫണ്ടിന്റെ AUM വരുന്നത് 49,803 കോടിയാണ്. അപ്പൊ ഈ ഒരു ഫണ്ട് മാനേജ് ചെയ്യുന്ന മിസ്റ്റർ കോസ്റ്റ് ഗുപ്ത, മിസ് സുനൈന ദ കുന, അതുപോലെ മിസ്റ്റർ സഞ്ജയ് പവാർ ആണ്. അപ്പൊ ഫണ്ട് ആവറേജ് മെച്യൂരിറ്റി വരുന്നത് 0.09 ഇയേഴ്സ് ആണ്, അതായത് ഏകദേശം 33 ദിവസം. അതുകൊണ്ട് തന്നെ ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് സെൻസിറ്റിവിറ്റി കുറയ്ക്കും. അതുകൊണ്ട് അതായത് എന്താണ് ലിക്വിഡ് ഫണ്ട് ഷോർട്ട് ടേം ബോൺസിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അവരുടെ NAV എന്താണ് ഫെയർലി സ്റ്റേബിൾ ആയിട്ട് നിൽക്കും. അതുപോലെ ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് ഇവിടെ മിനിമം ആണ്. അപ്പൊ ഇവിടെ yield to മെച്യൂരിറ്റി വരുന്ന ഏകദേശം 6% ഇത് നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാണ്, അതിൽ ആവറേജ് മെച്യൂരിറ്റി വരെ നിങ്ങൾ ഇവിടെ ഹോൾഡ് ചെയ്യുകയാണ്. അതായത് നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ 33 ദിവസം വരെ നിങ്ങൾ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ഫണ്ടിന്റെ എക്സ്പെൻസ് റേഷ്യോ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഏകദേശം എന്താണ് പെർ ആനം 6% റിട്ടേൺ നിങ്ങൾക്ക് ഇവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഒരു വർഷത്തിന് താഴെ ആവറേജ് മെച്യൂരിറ്റി ഉള്ള ഫണ്ട് മാത്രമേ ഈ ഒരു ലോജിക്ക് ഇവിടെ അപ്ലൈ ആവുള്ളൂ. ഇനി നമുക്ക് എന്താണ് അവരുടെ പോർട്ട്ഫോളിയോ നമുക്ക് നോക്കാം. ഫണ്ട് ഇവിടെ 83.53% സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റ്സ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പേപ്പറിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. 8.35% ട്രഷറി ബിൽസിലേക്ക്, 4.42% ഗവൺമെന്റ് ഓഫ് ഇന്ത്യൻ ബോൺസിലേക്കാണ്,
3.14% കോർപ്പറേറ്റ് ബോൺസിലേക്കും. ബാക്കി എമൗണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് ബോൺസ്, ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്, അതിൽ ക്യാഷ് ആൻഡ് കറന്റ് അസറ്റ്സിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ക്രെഡിറ്റ് റേറ്റിംഗ് പ്രൊഫൈലിന് ഡെറ്റ് ഫണ്ട്സ് വളരെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫണ്ടിന്റെ റേറ്റിംഗ് പ്രൊഫൈലും നമുക്ക് നോക്കാം. ഇപ്പോൾ ഫണ്ടിന്റെ 86.59% അലോക്കേഷൻ AAA ബോൺസിലേക്കാണ്. ഇപ്പോൾ AAA ബോൺസ് റിലേറ്റീവ്ലി സേഫർ ആണ്. അതേസമയത്ത് 13.09% സോവറിംഗ് അല്ലെങ്കിൽ ഗവൺമെന്റ് ബോൺസിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ സേഫ് ആയിട്ടാണ് ഇത് കാണിക്കുന്നത്. അപ്പൊ ഇതിന്റെ അർത്ഥം ഫണ്ട് വളരെ കുറവ് ക്രെഡിറ്റ് റിസ്ക് ആണ് ഉള്ളതെന്നുള്ള കാര്യമാണ്. ഇനി നമുക്ക് ഫണ്ടിന്റെ റിട്ടേൺസ് നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം ഫണ്ട് കഴിഞ്ഞ 1, 3, 5, 7 അതിൽ 10 വർഷത്തിൽ തുടർച്ചയായിട്ട് ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എന്നാൽ കാറ്റഗറിനെ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ചെറിയ മാർജിൻ മാത്രമേ ബീറ്റ് ചെയ്യാൻ വേണ്ടി അവർക്ക് സാധിച്ചുള്ളൂ. ഇനി നമുക്ക് ഇന്നത്തെ സെക്കൻഡ് ഫണ്ട് ഏതാന്നുള്ളത് നോക്കാം. പിന്നെ നമ്മുടെ സെക്കൻഡ് ഫണ്ട് വരുന്നത് ആക്സിസ് ലിക്വിഡ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് ആണ്. അപ്പോൾ 9 ഒക്ടോബർ 2009 ഈ ഒരു ഫണ്ട് ലോഞ്ച് ചെയ്തത്. അതിൽ 31 ഓഗസ്റ്റ് 2025 ഫണ്ട് എയും വരുന്നത് 37,122 കോടിയാണ്. ഇവിടെ ഫണ്ട് മാനേജ് ചെയ്യുന്നത് മിസ്റ്റർ ദേവങ് ഷാ, മിസ്റ്റർ ആദിത്യ പഗാരിയ, അതുപോലെ മിസ്റ്റർ സച്ചിൻ ജെയിൻ ആണ്. ഓഗസ്റ്റ് 2025 ഡേറ്റ് പ്രകാരം ഫണ്ട് ആവറേജ് പോർട്ട്ഫോളിയോ മെച്യൂരിറ്റി 42 ദിവസമാണ്. അപ്പോൾ ABSL ലിക്വിഡ് ഫണ്ട് ആവറേജ് മെച്യൂരിറ്റിനേക്കാളും ചെറുതായിട്ട് കൂടുതലാണ്. എന്നാൽ ഇതെന്താണ് ലോ റിസ്ക് ഷോർട്ട് ഡ്യൂറേഷൻ ലിക്വിഡ് ഫണ്ട് പ്രൊഫൈലിലാണ് വരുന്നത്. അപ്പം ഈ ഒരു ഫണ്ട് ഈൽഡ് ടു മെച്യൂരിറ്റി ഇവിടെ വരുന്നത് 5.9%. അപ്പോൾ ഇത് ABSLനേക്കാളും ചെറുതായിട്ട് ഇവിടെ കുറവാണ്. അതായത് നിങ്ങളിപ്പം ഇൻവെസ്റ്റ് ചെയ്യാണ്, അതുപോലെ ആവറേജ് മെച്യൂരിറ്റി വരെ നിങ്ങൾ ഇവിടെ ഹോൾഡ് ചെയ്യുകയാണ്. അതായത് നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഏകദേശം നിങ്ങളിപ്പോൾ 42 ദിവസം വരെ നിങ്ങൾ ഇവിടെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ എക്സ്പെൻസ് റേഷ്യോ അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ ഏകദേശം പെർ ആനം ഒരു 5.9% റിട്ടേൺസ് നിങ്ങൾക്ക് ഇവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഫണ്ടിന്റെ പോർട്ട്ഫോളിയോ അതുപോലെ തന്നെ റേറ്റിംഗ് പ്രൊഫൈൽ നമുക്ക് നോക്കാം. അപ്പോൾ ഫണ്ടിന്റെ 57.2% അലോക്കേഷൻ കൊമേഴ്ഷ്യൽ പേർപ്പസിലേക്കാണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് ബേസിക്കലി ഷോർട്ട് ടേം ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. അപ്പം ഈ ഒരു അലോക്കേഷൻ എന്താണ് ഫണ്ടിന്റെ ക്രെഡിറ്റ് റിസ്ക് മോഡറേറ്റ് ലെവലിലേക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റ്സ് അതിലെ ട്രഷറി ബില്ലിലേക്കുള്ള കമ്പൈൻഡ് അലോക്കേഷൻ നമ്മളോട് നോക്കുകയാണെങ്കിൽ ഏകദേശം 41% വരുന്നത്. സോ ഇത് ഫണ്ട് സേഫ് ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് ഇവിടെ സഹായിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫണ്ടിന്റെ റിട്ടേൺസ് നോക്കാം. ABSL ലിക്വിഡ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് പോലെ ഈ ഒരു ഫണ്ട് തുടർച്ചയായിട്ട് കഴിഞ്ഞ 1, 3, 5, 7 അതിൽ 10 വർഷത്തിൽ അവർ ബെഞ്ച് മാർക്കിനെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മൾ നോക്കുവാണെങ്കിൽ ചെറിയൊരു രീതി മാത്രമേ കാറ്റഗറിയിൽ അവർ ഇവിടെ മറികടന്നിട്ടുള്ളൂ. ഇനി നമുക്ക് അടുത്ത ഫണ്ട് നോക്കാം. അടുത്ത ഫണ്ട് പിന്നെ എഡൽവൈസ് ലിക്വിഡ് ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് ആണ്. 2007 സെപ്റ്റംബർ 21 ഈ ഒരു ഫണ്ട് ലോഞ്ച് ചെയ്യുന്നത്. 31 ഓഗസ്റ്റ് 2025 പ്രകാരം ഫണ്ടിന്റെ എയും വരുന്നത് 10,218 കോടിയാണ്. അപ്പോൾ ഫണ്ട് മാനേജ് ചെയ്യുന്നത് മിസ്റ്റർ രാഹുൽ ദേഡിയ, അതുപോലെ മിസ്റ്റർ പ്രണവി കുൽക്കർണിയാണ്. ഓഗസ്റ്റ് 2025 പ്രകാരം ഫണ്ടിന്റെ ആവറേജ് പോർട്ട്ഫോളിയോ മെച്യൂരിറ്റി 40.73 ദിവസമാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം ഇൻട്രസ്റ്റ് റേറ്റിൽ മാറ്റം വരുമ്പോൾ അത് വളരെ ചെറുതായിട്ട് മാത്രമേ ഫണ്ടിന് ഇവിടെ ബാധിക്കുന്നുള്ളൂ എന്നാണ്. അപ്പോൾ ഫണ്ട് ഈൽഡ് ടു മെച്യൂരിറ്റി 5.83%. അപ്പോൾ ഇത് ABSL അതുപോലെ തന്നെ ആക്സിസ് ലിക്വിഡ് ഫണ്ട് രണ്ടിനേക്കാളും കുറവാണ്. അതായത് നിങ്ങളിപ്പോൾ ഈ ഒരു ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ആവറേജ് മെച്യൂരിറ്റി വരെ നിങ്ങൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഏകദേശം 41 ദിവസം വരെ നിങ്ങളോട് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ എക്സ്പെൻസ് റേഷ്യോ അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് പെർ ആനം ഏകദേശം 5.83% റിട്ടേൺസ് നിങ്ങൾക്ക് ഇവിടെ പ്രതീക്ഷിക്കാം. അപ്പോൾ പോർട്ട്ഫോളിയോ റേറ്റിംഗ് പ്രൊഫൈൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫണ്ടിന്റെ 48.6% അലോക്കേഷൻ കൊമേഴ്ഷ്യൽ പേപ്പേഴ്സിലേക്കാണ്. അപ്പോൾ ഇത് ചെറുതായിട്ട് ക്രെഡിറ്റ് റിസ്ക് ഇവിടെ കൂട്ടും. സർട്ടിഫിക്കറ്റ് ഓഫ് ഡിപ്പോസിറ്റ്സ് അതായത് ട്രഷറി ബില്ലിലേക്കുള്ള കമ്പൈൻഡ് അലോക്കേഷൻ വരുന്നത് ഏകദേശം 47%. അപ്പൊ ഇത് ഫണ്ട് സേഫ് ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് ഇവിടെ സഹായിക്കുന്നുണ്ട്. ഇനി നമുക്ക് റിട്ടേൺസ് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ഫണ്ട് ABSL അതുപോലെ ആക്സിസ് ലിക്വിഡ് ഫണ്ട് പോലത്തെ സിമിലർ റിട്ടേൺസ് തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഫണ്ട് കഴിഞ്ഞ 1, 3, 5, 7 അതിൽ 10 വർഷത്തിൽ അവർ ബെഞ്ച് മാർക്കിനെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ കാറ്റഗറിനെ വളരെ ചെറുതായിട്ട് മാത്രമേ അവർ മറികടന്നിട്ടുള്ളൂ. ഇനി നിങ്ങളിപ്പം ലിക്വിഡ് ഫണ്ട്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അവരുടെ ടാക്സേഷനെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ലിക്വിഡ് മ്യൂച്വൽ ഫണ്ട്സിൽ നിന്ന് നിങ്ങൾക്ക് ഡിവിഡൻഡ് ലഭിക്കുകയാണെങ്കിൽ അത് ഇൻകം ഫ്രം അതർ സോഴ്സ് കാറ്റഗറിയിലേക്കായിരിക്കും വരുന്നത്. അപ്പൊ ഇതാണ് നിങ്ങളുടെ ഇൻകം ടാക്സ് സ്ലാബ് അനുസരിച്ചായിരിക്കും ഇവിടെ ടാക്സ് ചെയ്യുന്നത്. ഇനി നിങ്ങളുടെ യൂണിറ്റ്സ് നിങ്ങൾ റെഡീം ചെയ്യാണ്. അതുപോലെ തന്നെ ഇവിടെ പ്രൈസ് പർച്ചേസ് പ്രൈസിനേക്കാളും കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവും. അപ്പൊ ഈ ഒരു ക്യാപിറ്റൽ ഗെയിൻ നിങ്ങളുടെ ഇൻകം ടാക്സ് സ്ലാബ് അനുസരിച്ചായിരിക്കും ഇവിടെ ടാക്സ് ചെയ്യുന്നത്. അപ്പോൾ ഡെറ്റ് ഫണ്ട്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ അതുപോലെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഇതിന് തമ്മിൽ യാതൊരു വ്യത്യാസം ഇവിടെ ഇല്ല. സോ ഇന്ന് നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് പാർട്ടിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ 3 ഫണ്ടിന്റെ സമ്മറി ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. നിങ്ങൾക്ക് അവരുടെ പോർട്ട്ഫോളിയോയുടെ സമ്മറി നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഈ 3 ഫണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 1 ഇയർ, 5 ഇയർ, അത് 7 ഇയർ റിട്ടേൺസ് ഓൾമോസ്റ്റ് ഇവരുടെ ഐഡന്റിക്കലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കേസിൽ വരുമ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള പാരാമീറ്റേഴ്സ് ലൈക്ക് ഇപ്പോൾ എയും എക്സ്പെൻസ് റേഷ്യോ അതിൽ റിസ്ക് പ്രൊഫൈൽ നോക്കിയിട്ട് ലിക്വിഡ് ഫണ്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. അപ്പം ഏതെങ്കിലും ഒരു ഫണ്ട് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ റിസ്ക് ടോളറൻസ് അതിൽ ഫൈനാൻഷ്യൽ ഗോൾ അനുസരിച്ച് നിങ്ങൾ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ വേഗം കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് and bye from Rinsi.
Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.